വസന്ത് നെടുമ്പള്ളി, ആരെ സംരക്ഷിക്കാനാണ് സർക്കാർ ഇങ്ങനെ ചെയ്തത് എന്ന മറുചോ അങ്ങനെ സർക്കാരിന് സംരക്ഷിക്കേണ്ട ആവശ്യമില്ല എന്ന് ഹസ്കർ പറയുന്നുണ്ട്. പക്ഷേ അത്ര നിഷ്കളങ്കമാണോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടതിൽ ഉണ്ടായിട്ടുള്ള ഈ മനഃപൂർവ്വമാണോ മനഃപൂർവ്വമല്ലയോ എന്നൊന്നും നമുക്കിപ്പോൾ ചികയേണ്ട ആവശ്യമില്ലല്ലോ. മനഃപൂർവ്വമല്ലാതെ പിന്നെ എന്താണ്? അല്ല ശ്രീ മഞ്ജുഷ്, നോക്കൂ, ഇപ്പോ റൈറ്റ് ടു പ്രൈവസിയുടെ ചില ഏടാകൂടങ്ങളിൽ പിടിച്ചു തൂങ്ങി രക്ഷപ്പെടാനാണ് ഹസ്കർ ശ്രമിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശത്തെ ആ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നടിമാർ, താഴെത്തട്ടിലുള്ള നടന്മാരുടെ അടക്കം ജീവിക്കാനുള്ള അവകാശത്തെ, അവരുടെ മാനം സംരക്ഷിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വ്യക്തമാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളപ്പോ റൈറ്റ് ടു പ്രൈവസി ആണോ റൈറ്റ് ടു ലൈഫ് ആണോ പ്രിവൈൽ ചെയ്യുക എന്ന് വെച്ചാൽ ഏത് കോടതിയും പച്ചവെള്ളം കുടിച്ച് ചവച്ചരച്ചോണ്ട് പറയും റൈറ്റ് ടു ലൈഫ് തന്നെയാണ് പ്രധാനപ്പെട്ടത്. രണ്ട്, സർക്കാർ എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? ഒരു കൊഗ്നിസബിൾ ഒഫൻസ് ഉണ്ടായാൽ സ്വാഭാവികമായും അത് സർക്കാരിന്റെയോ പോലീസ് സംവിധാനത്തിന്റെയോ ശ്രദ്ധയിൽപ്പെട്ടാൽ അടുത്ത നിമിഷം സ്വമേധയാ കേസെടുക്കാമെന്ന് രാജ്യത്ത് നിയമമുണ്ട്, വിവിധ സുപ്രീം കോടതി ഗൈഡ് ലൈനുകളുണ്ട്, റൂളിങ്ങുകളുണ്ട്. ഹസ്കറിന് അത് അറിയാത്തതല്ല, അദ്ദേഹം ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? കേസെടുക്കാത്തതിന് പിന്നിൽ ഒന്നാണ് കാരണം, സർക്കാരിന്റെ ആത്മാവിരിക്കുന്നത് ആത്മയുടെ പ്രസിഡന്റിന്റെ കയ്യിലാണ്. ഈ സർക്കാരിനെ താങ്ങി നിർത്തുന്നത്, നമ്മൾ ഇതിനു മുമ്പ് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതേ ഗണേഷ് കുമാറിന്റെ പേര് പരാമർശിച്ചു പോയില്ലേ? അന്ന് ഞാൻ ഇതേ ന്യൂസ് 8ന്റെ ചർച്ചയിൽ പറഞ്ഞു, പൊളിറ്റിക്കൽ ഫീൽഡിലെ ഏറ്റവും വലിയ പിമ്പിന്റെ പേരാണ് ഗണേഷ് കുമാർ എന്ന്. നോക്കൂ, ഇത് പൊളിറ്റിക്കൽ ഫീൽഡിൽ മാത്രമല്ല, സിനിമാ മേഖലയിലും ഏറ്റവും വലിയ പിമ്പിന്റെ, ഏറ്റവും വലിയ മാഫിയ തലവന്റെ പേരാണ് ഗണേഷ് കുമാർ എന്ന് അടിവര ഇടുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. എന്താ സംശയമുള്ളത്? ആത്മാ പ്രസിഡന്റിനെ സംരക്ഷിച്ച് മുമ്പോട്ട് പോയേ മതിയാകൂ എന്നൊരു പിടിവാശിയിലാണ് സർക്കാർ. കാരണം ഈ ഒന്നാം പിണറായി ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കുന്നതിലേക്ക് വഴിവിട്ട വിവിധ കൊള്ളരുതായികൾ ചെയ്തു കൊടുത്തത് ഗണേഷ് കുമാറാണ്. അത് സോളാർ കമ്മീഷൻ റിപ്പോർട്ടിലും മറ്റുള്ളവർക്കും വ്യക്തമാക്കിപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാറിനെതിരെ ഒരു കൈ അനക്കിയാൽ, ഒരു ചെറു വിരൽ അനക്കിയാൽ സർക്കാരിനെ വലിച്ചു താഴെയിടാൻ പോകുന്ന രീതിയിലുള്ള രഹസ്യങ്ങൾ ഗണേഷിൽ ഉണ്ട് എന്ന് ഇടതുപക്ഷം ഭയക്കുന്നുണ്ട്. അത് തന്നെ സംശയം, അത് തന്നെയാണ് സത്യം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരു പവർ ഗ്രൂപ്പിനെ പറ്റി പറയുന്നുണ്ടല്ലോ. ഇപ്പൊ പ്രിയപ്പെട്ട സംവിധായകൻ വിനയൻ പറഞ്ഞു അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടാവില്ല, അതൊരു മാഫിയ ശക്തിയെ, കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു ശക്തിയെ വിളിക്കുന്ന പേരാണ്. അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട്. ആ പവർ ഗ്രൂപ്പിന്റെ പ്രസിഡന്റിന്റെ പേരാണ് ഗണേഷ് കുമാർ. ആ പവർ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റിന്റെ പേരാണ് ശ്രീ മുകേഷിനെതിരെ അദ്ദേഹത്തിന്റെ 1ഉം 2ഉം വിവാഹത്തിലെ ഭാര്യമാർ കൊടുത്ത പരാതി എവിടെയാണുള്ളത്? അതുമായി ബന്ധപ്പെട്ട എന്ത് അന്വേഷണമാണ് ഈ സർക്കാർ നടത്തിയിരിക്കുന്നത്? ഗണേഷ് കുമാറിനെതിരെ അദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യയും ഭാര്യയുടെ കുടുംബവും കൊടുത്ത പരാതിയെ പറ്റി എന്താണ് ഉള്ളത്? പരാതി വരട്ടെ എന്നാണല്ലോ പറയുന്നത്. കൊടുത്ത പരാതികളിൽ ഈ സർക്കാർ എന്ത് അന്വേഷണമാണ് നടത്തിയിട്ടുള്ളത്? രണ്ടാമതായി, ഒരു കൊഗ്നിസബിൾ ഒഫൻസ് ഉണ്ടാകുമ്പോൾ പരാതി കിട്ടിയേ അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? നോക്കൂ, ഇന്ന് അമ്മ പോലും വളരെ വ്യക്തമായി, ഇപ്പോ മഞ്ജുഷ് അടക്കം പറയും അതൊരു എന്താ പറയുന്നത് ഒരു ന്യൂട്രൽ നിലപാടാണ് എന്ന് പറഞ്ഞേക്കാം. പക്ഷേ അങ്ങനെ ഒരു ന്യൂട്രൽ നിലപാടാണെങ്കിലും അമ്മയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സിദ്ദിഖ്, നമ്മൾ വിമർശനം ഒക്കെ അദ്ദേഹത്തിന് നേരെ അയച്ചു വിടുമ്പോഴും അദ്ദേഹം പോലും പറയുകയാണ് സർക്കാരാണ് ഇതിൽ നിലപാടെടുക്കേണ്ടത്, സർക്കാരാണ് കേസെടുത്ത് അന്വേഷിക്കേണ്ടത്, ഞങ്ങൾ അതിനെ യാതൊരു തരത്തിലും എതിർക്കില്ല എന്ന് മാത്രമല്ല ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണെന്ന് അമ്മ പോലും പറഞ്ഞു. ഈ വിഷയത്തിൽ പ്രതിയേർക്കപ്പെടുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും ഒക്കെ നമ്മൾ ഒരു നിഴൽ പ്രതിയാക്കി മുമ്പിൽ നിർത്തുന്ന അമ്മ സംഘടനയും അതിന്റെ നേതൃത്വത്തെയുമാണല്ലോ. ശരി. വസന്ത്, ഇക്കാര്യത്തിൽ സർക്കാരാണ് നിലപാട് എന്താണെന്ന് ഒരു വ്യക്തത വരുത്താത്തത്. ഇനി കോടതിയിൽ എന്ത് പറയുന്നു അതനുസരിക്കാമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. ഞാൻ നിങ്ങൾ രണ്ടുപേരിലേക്കും വരാം. ഇപ്പോൾ അമ്മയുടെ വൈസ് പ്രസിഡന്റായ ജയൻ ചേർത്തല കൂടി ചേരുകയാണ്. ശ്രീ